എക്സാം ടൈം എത്തുമ്പോൾ പുസ്തകങ്ങളെക്കാൾ ഹെവി ആകുന്നത് മനസ്സിലെ ടെൻഷനാണ്. മാർക്സ്, ടൈം, എക്സ്പെക്ടേഷൻ എല്ലാം ഒരുമിച്ച് മനസ്സിൽ വരാറുണ്ട്. എക്സാം ടൈം എത്തുമ്പോൾ പല കുട്ടികൾക്കും സെൽഫ് കോൺഫിഡൻസ് കുറച്ച് കുറയാറുണ്ട്. അതുപോലെ തന്നെ എന്നെ കൊണ്ട് കഴിയുമ്പോൾ മറന്നുപോയാൽ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഇവരുടെ മൈൻഡിൽ ഉണ്ടാകും. എക്സാം ടെൻഷൻ ഓവർകം ചെയ്യാനുള്ള ചില ടിപ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ടിപ്പ്, ഡീപ് ബ്രീതിങ് ആൻഡ് കാം യുവർ മൈൻഡ്. എക്സാം സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ മൈൻഡ് റിലാക്സ് ആകുന്നതിന് വേണ്ടി ഡീപ് ബ്രീതിങ് പ്രാക്ടീസ് ചെയ്യാം. ഇതുവഴി ബ്രെയിൻ റിലാക്സ് ആവുകയും ടെൻഷൻ കുറയുകയും ചെയ്യും. 2, സ്റ്റഡി പ്ലാനിങ്. എല്ലാം ഒരുമിച്ച് പഠിക്കുന്നതിന് പകരം ചെറിയ ചെറിയ പോർഷൻസ് ആയി ഡിവൈഡ് ചെയ്ത് പഠിക്കാം. അപ്പോൾ മൈൻഡ് ഓവർലോഡ് ആകാതിരിക്കും. ഒപ്പം തന്നെ ടു ഡു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കോൺഫിഡൻസ് സ്വാഭാവികമായി കൂടുകയും ചെയ്യും. 3, ലാസ്റ്റ് മിനിറ്റ് പാനിക് ആവുന്നത് അവോയ്ഡ് ചെയ്യണം. അതായത് എക്സാമിന് തൊട്ടു മുന്നേയുള്ള ദിവസങ്ങളിൽ പുതിയ പുതിയ ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിന് പകരം ഓൾറെഡി പഠിച്ച പാഠങ്ങൾ റിവൈസ് ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം. 4, പോസിറ്റീവ് സെൽഫ് ടോക്ക്. എനിക്ക് കഴിയില്ല എന്ന് മനസ്സിനോട് പറയരുത്. ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, എനിക്ക് കഴിയും എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. മൈൻഡ് അത് വിശ്വസിക്കുമ്പോൾ ബോഡി അത് ഫോളോ ചെയ്യും. 5, ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി വീക്ക് ആവും. എക്സാം ടൈമിൽ 7 to 8 hours ഉറക്കം അത്യാവശ്യമാണ്. ലൈറ്റ് ഫുഡ് ആൻഡ് പ്രോപ്പർ ഹൈഡ്രേഷൻ എനർജി മെയിൻറ്റെയിൻ ചെയ്യും. ആഹാരത്തിൽ ഫ്രൂട്ട് ആൻഡ് നട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുകയും ഒപ്പം ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. അടുത്തൊരു ടിപ്പാണ് ഷോർട്ട് ബ്രേക്ക് ആൻഡ് മൂവ്മെന്റ്. ഒരേ സ്ഥലത്ത് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഫോക്കസ് കുറയും. 20 to 30 minutes പഠിച്ചു കഴിഞ്ഞാൽ 2 to 3 minutes നടക്കുകയും സ്ട്രെച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യാം. ഇതുവഴി ബ്രെയിൻ റിലാക്സ് ആകാനും റിഫ്രഷ് ആകാനും ഹെൽപ്പ് ചെയ്യും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പാരൻസിനോടോ ടീച്ചേഴ്സിനോടോ ഫ്രണ്ട്സിനോടോ ഒക്കെ ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുന്നത് വഴി നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ആകാൻ അത് ഹെൽപ്പ് ചെയ്യും.